ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഹോംവർക്ക് ക്ലാസ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഇംഗ്ലീഷിൻ്റെ ക്ലാസ് നിങ്ങളെല്ലാവരും കണ്ടെന്ന് വിചാരിക്കുന്നു. എ സാറ്റർഡേ മോർണിംഗ് എന്ന് പറഞ്ഞ ചാപ്റ്ററാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. അതിൻ്റെ ഒരു പകുതി ഭാഗത്തോളം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് അതിൻ്റെ അവസാന പാർട്ടും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട ചെറിയ 2-3 പ്രവർത്തനങ്ങളുമാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവരും നമ്മുടെ ക്ലാസ് മുഴുവനായിട്ട് കാണുക. ഇഷ്ടപ്പെട്ടാൽ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ മറക്കാതെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എ സാറ്റർഡേ മോർണിംഗ് എന്ന് പറഞ്ഞ ഈ ഒരു ചാപ്റ്ററിൻ്റെ സ്റ്റാർട്ടിങ് എങ്ങനെയായിരുന്നൊക്കെ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും അല്ലേ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ആരുടെ സ്റ്റോറിയാണ്? ടോമിൻ്റെയാണ് അല്ലേ. ടോമിൻ്റെ ആൻറ്റിയാണ്, ആൻറ്റ് പോളി. അപ്പോൾ എന്തായിരുന്നു നമ്മൾ പറഞ്ഞു നിർത്തിയത്? ടോം എന്താണ് ചെയ്തത്? ടോം അടുക്കളയിൽ നിന്നും ജാം എടുക്കുമായിരുന്നു അല്ലേ. ജാം സ്റ്റീൽ ചെയ്യായിരുന്നു. ആ സമയത്ത് നമ്മുടെ ആൻറ്റ് പോളി അത് കണ്ടുപിടിച്ചിട്ട് അവനെ അടിക്കാനായിട്ടൊരു വടിയുമായിട്ട് വന്ന സമയത്ത് അവനൊരു ട്രിക്ക് പ്രയോഗിച്ച് അവിടെ നിന്നും എസ്കേപ്പ് ചെയ്തു അല്ലേ. അങ്ങനെ എസ്കേപ്പ് ചെയ്ത് കഴിഞ്ഞ് അപ്പോൾ ആൻറ്റിക്ക് എന്ത് ചെയ്തു? ആൻറ്റിക്ക് നല്ല ദേഷ്യം വന്നു അല്ലേ. അവനിങ്ങനെ കുരുത്തക്കേട് കാണിച്ചാൽ ശരിയാവില്ല, അവനെ ഒന്ന് ശിക്ഷിക്കണമെന്ന് ആൻറ്റി തീരുമാനിച്ചു. അങ്ങനെ ആൻറ്റി എന്ത് ചെയ്തു? അവനൊരു ജോലി ഏൽപ്പിച്ചു. എന്തായിരുന്നു ആ ജോലി? അവിടുത്തെ ആ വേലി മുഴുവനും പെയിൻറ് ചെയ്യാനുള്ള ജോലിയായിരുന്നു അല്ലേ. അപ്പോൾ അടുത്ത ദിവസം എന്ന് പറയുന്നത് സാറ്റർഡേ ആണ്. ഈ സാറ്റർഡേയിൽ എല്ലാവർക്കും ഹോളിഡേ ആയതുകൊണ്ട് കളിക്കാനൊക്കെ പോകുന്ന ദിവസമാണ്. അപ്പം ആ ദിവസം തന്നെയാണ് അവനെ ഈ ഒരു ജോലി ചെയ്യാനായിട്ട് ആൻറ്റി ഏൽപ്പിച്ചത് അല്ലേ. പക്ഷേ നമ്മുടെ ടോം ഒരു ട്രിക്ക് കണ്ടുപിടിച്ചിട്ടുണ്ട്. ആ ട്രിക്ക് എന്താണെന്നാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ടോമി വർക്ക് ജസ്റ്റ് ഇങ്ങനെ ചെയ്ത് തുടങ്ങി. പക്ഷെ അവൻ്റെ കയ്യിലൊരു ട്രിക്കുണ്ട്. ആ ട്രിക്ക് എന്താണെന്നാണ് ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വായിക്കാം അല്ലേ. He took out all the things that he had in his pockets. He had some marbles, some pieces of string and 2 or 3 broken toys. No one will whitewash the fence for this, he thought. No, I must think of a better plan. He thought and thought. Soon he had an idea. എന്താണ് നമ്മുടെ ടോം ചിന്തിക്കുന്നത്? ടോമിൻ്റെ പോക്കറ്റിൽ കുറച്ച് സാധനങ്ങളുണ്ടായിരുന്നു. എന്തൊക്കെയാണ്? കുറച്ച് മാർബിളിൻ്റെ കഷ്ണം, അതുപോലെ തന്നെ സ്ട്രിങ്, പിന്നെയോ 2-3 ടോയ്സിൻ്റെ പൊട്ടിയ കഷ്ണങ്ങൾ. ഇതൊന്നും കൊടുത്താൽ ഈ ജോലി ആരും ചെയ്തു തരും എന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം മറ്റെന്തെങ്കിലും ഒരു ഐഡിയ കണ്ടുപിടിക്കണം എന്നാണ് നമ്മുടെ ടോം ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ടോമിൻ്റെ ഐഡിയ എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, he picked up his brush again and began working hard. Ben Rogers was coming down the street. Tom pretended not to see him. He worked harder than ever. Ben was eating an apple. He looked very happy. He was pretending that he was a big ship and was rolling like one. He gave orders in a loud voice and the ship obeyed them. He came up to Tom. He rubbed his eyes. "Why, Tom," he cried in a great surprise, "you are working?" Tom said nothing. He went on with his whitewashing. He seemed very much interested in his work. "Tom, you are working?" Ben repeated. എന്താണ് പറയുന്നത്? നമ്മുടെ ടോം ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. ബ്രഷ് എടുത്തിട്ട് വീണ്ടും ജോലി ചെയ്യാനായിട്ട് തുടങ്ങി, പെയിൻറ് ചെയ്യാൻ തുടങ്ങി. അപ്പോഴാണ് അവൻ്റെ ഫ്രണ്ടായ ബെൻ ആ വഴി വന്നത്. ഓക്കെ, ബെന്നിനെ കണ്ടിട്ടും ടോം കാണാത്തതുപോലെ നിന്നു. ടോം പ്രിറ്റൻഡഡ് നോട്ട് ടു സീ ഹിം, കാണാത്തതുപോലെ അഭിനയിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? വീണ്ടും നല്ല രീതിയിൽ വർക്ക് ചെയ്യാണ്. ഓക്കെ, ബെൻ എങ്ങനെയാണ് വരുന്നത്? ബെൻ വാസ് ഈറ്റിംഗ് ആൻ ആപ്പിൾ. ബെൻ ഒരു ആപ്പിളൊക്കെ കഴിച്ചിങ്ങനെ വരികയാണ്. ഭയങ്കര സന്തോഷവാനായിട്ടാണ് വരുന്നത്. എങ്ങനെയാണ് വരുന്നത്? ഒരു ബിഗ് ഷിപ്പ് വരുന്നത് പോലെ കളിച്ചുകൊണ്ട് ബെൻ ഇങ്ങനെ വരികയാണ്, ഒച്ചയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, അങ്ങനെ നമ്മുടെ ടോമിൻ്റെ അടുത്തെത്തിയപ്പോഴാണ് ടോം എന്തോ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ബെന്ന് ചോദിക്കുകയാണ്, ടോം നീ ജോലി ചെയ്യുകയാണോ എന്ന് ചോദിക്കുകയാണ്. ടോം ഒന്നും പറഞ്ഞില്ല. ടോം എന്ത് ചെയ്തു? ഹി വെൻറ്റ് ഓൺ വിത്ത് ഹിസ് വൈറ്റ് വാഷിങ്. അവൻ ആ വൈറ്റ് വാഷിങ് തുടർന്നുകൊണ്ടേയിരുന്നു. ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ളതുപോലെയാണ് കേട്ടോ ടോം ചെയ്യുന്നത്. അപ്പോൾ വീണ്ടും ബെൻ റിപ്പീറ്റ് ചെയ്തു, ടോം യു ആർ വർക്കിംഗ്, നീ വർക്ക് ചെയ്യാണോ, നീ ജോലി ചെയ്യാണോ എന്ന് വീണ്ടും ബെന്ന് ചോദിച്ചു. "ഓ ഇറ്റ്സ് യു ബെൻ, ഐ ഡിഡ്ന്റ് നോട്ടീസ് യു." ബെൻ, ഇത് നീയായിരുന്നോ? ഞാൻ നിന്നെ ശ്രദ്ധിച്ചില്ല. "ഐ ആം ജസ്റ്റ് ഗോയിങ് ഫോർ എ സ്വിം. യു ഡോണ്ട് വാണ്ട് ടു കം ഡു യു? യു ലൈക്ക് വർക്കിംഗ് ഡോണ്ട് യു?" ഞാനൊരു സ്വിമ്മിന് പോവാണ്, നീന്താൻ വേണ്ടി പോവാണ്. നീ വരുന്നോ എൻ്റെ കൂടെ?
നിനക്ക് ജോലി ചെയ്യുന്നതാണോ ഇഷ്ടം, നീ എൻ്റെ കൂടെ വരുന്നില്ലേ എന്ന് ആര് ചോദിക്കുകയാണ്? ബെന്ന് ചോദിക്കുകയാണ്. ദിസ് ഈസ് നോട്ട് വർക്ക്, ടോം സെഡ് ക്വയറ്റ്ലി ആൻഡ് വെൻറ്റ് ഓൺ പെയിൻറ്റിങ്. ഇതൊരു ശരിക്കും ഒരു ജോലിയല്ല. ടോം എന്ത് ചെയ്തു? ടോം പറഞ്ഞു, എന്നിട്ട് വീണ്ടും വീണ്ടും പെയിൻറ് ചെയ്യാൻ തുടങ്ങി. നോട്ട് വർക്ക്, ബെൻ എക്സ്ക്ലെയിംഡ്. ജോലിയല്ലെന്നോ, ഇതൊരു ജോലിയല്ലെന്നോ? ബെന്ന് അത്ഭുതത്തോടു കൂടി ചോദിക്കുകയാണ്. ഓ നോ, ഐ ലൈക്ക് ഇറ്റ്. വൈറ്റ് വാഷിംഗ് ഈസ് ഫൺ. യു ഹാവ് നെവർ വൈറ്റ് വാഷ്ഡ് എ ഫെൻസ്, ഹാവ് യു? നോ, ഇതൊരു ജോലിയൊന്നല്ല, എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. വൈറ്റ് വാഷിംഗ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഫൺ എന്നാണ് പറയുന്നത്. ഇതൊരു ഫണ്ണാണ്. നീ ഇതുവരെ ഒരു വേലി പോലും വൈറ്റ് വാഷ് ചെയ്തിട്ടില്ല അല്ലേ എന്ന് ചോദിക്കുകയാണ്. വെൽ നോ, ഐ ഹാവൻറ്റ്. ഇല്ല, ഞാൻ ഇതുവരെ ഒന്നും വൈറ്റ് വാഷ് ചെയ്തിട്ടില്ല, ബെൻ മറുപടി പറഞ്ഞു. ഫോർ എ വൈൽ ബെൻ സ്റ്റുഡ് ദ വാച്ചിങ് ടോം. ടോം പെയ്ഡ് നോ അറ്റൻഷൻ ടു ഹിം. ഓൾ ഹിസ് അറ്റൻഷൻ വാസ് ഗിവൺ ടു ഹിസ് വർക്ക്. ഒരു കുറച്ച് സമയത്തേക്ക് ബെൻ അവിടെ നിന്നുകൊണ്ട് ടോം ഇങ്ങനെ ചെയ്യുന്നത് നോക്കിക്കൊണ്ട് നിന്നു. ഓക്കെ, പക്ഷേ ടോം ബെന്നിനെ അങ്ങനെ മൈൻഡ് ചെയ്യുന്നൊന്നുമില്ല. അവന് അറ്റൻഷൻ ഒന്നും കൊടുക്കാതെ സ്വന്തം വർക്കിലേക്ക് തന്നെ ശ്രദ്ധിക്കുകയാണ്. ഓക്കെ, അങ്ങനെ മുന്നോട്ട് പോവാണ്. അപ്പം അറ്റ് ലാസ്റ്റ് ബെൻ സെഡ്, ലെറ്റ് മീ വൈറ്റ് വാഷ് എ ലിറ്റിൽ. അവസാനം ബെന്ന് പറഞ്ഞു, ഞാൻ കുറച്ചൊന്ന് വൈറ്റ് വാഷ് ചെയ്ത് നോക്കട്ടെ. ഓ നോ ബെൻ, ഐ ആം ഗോയിങ് ടു മേക്ക് ദിസ് ഫെൻസ് ലുക്ക് ഫൈൻ. ഐ ഹാവ് പ്രോമിസ്ഡ് ഓൺ പോളി. ബിസൈഡ്സ് ഇറ്റ്സ് സോ ഇൻട്രസ്റ്റിംഗ്. എന്താണ് നമ്മുടെ ടോം മറുപടി പറഞ്ഞത്? ബെന്ന് ചോദിച്ചു, ഞാൻ കുറച്ചൊന്ന് വൈറ്റ് വാഷ് ചെയ്തോട്ടെ എന്ന് ചോദിച്ചു. അപ്പം നമ്മുടെ ടോം പറയാണ്, പറ്റില്ല, ഇത് ഫുള്ളും എനിക്ക് തന്നെ ചെയ്യണം അല്ലേ. ഈ ഒരു ഫെൻസ് ഫുള്ളും ഞാനാണ് വൈറ്റ് വാഷ് ചെയ്യാൻ പോകുന്നത്. ഞാൻ ആൻറ്റിയോട് പ്രോമിസ് ചെയ്തിട്ടുണ്ട്. എന്താണ്? ഇത് നന്നായിട്ട് ചെയ്യുന്നു. മാത്രമല്ല ഇത് വളരെ ഇൻട്രസ്റ്റിങ്ങുമാണ്. ആര് പറയാണ്? നമ്മുടെ ടോം പറയാണ്. ലെറ്റ് മീ ഡു ജസ്റ്റ് എ ലിറ്റിൽ, ബെഗ്ഡ് ബെൻ. അപ്പോൾ ബെൻ എന്താ പറയുന്നത്? ബെന്ന് പറയാണ്, ഞാനൊരു കുറച്ച് ചെയ്ത് നോക്കട്ടെ. ബെഗ് ചെയ്ത് ചോദിക്കുകയാണ് കേട്ടോ. ഞാൻ ഒരു ചെറിയ പാർട്ടെങ്കിലും ഒന്ന് ചെയ്യട്ടെ എന്ന് ചോദിക്കുകയാണ്. No, I am sorry Ben, but I can't. Aunt said that I must do it myself. If you do it, you will make a mistake. You will spoil everything. It's looking so nice now. അപ്പോൾ എന്താ നമ്മുടെ ടോം മറുപടി പറഞ്ഞത്? ഓ സോറി ബെൻ, ഇതെനിക്ക് തരാൻ കഴിയില്ല. കാരണം ആൻറ്റിനോട് ഞാൻ പറഞ്ഞു ഇതെല്ലാം ഞാൻ തന്നെ ചെയ്യുമെന്ന്. കാരണം നീ ചെയ്ത് കഴിഞ്ഞാൽ നീ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് വരുത്തി വയ്ക്കും, നീ എല്ലാം സ്പോയിൽ ചെയ്യും. ഇപ്പം ഇത് നല്ല ഭംഗിയായിട്ട് ഇരിക്കുന്നില്ലേ, ഞാൻ തന്നെ ഇത് മുഴുവനും ചെയ്തോളാം എന്ന് ആര് പറഞ്ഞു? നമ്മുടെ ടോം പറഞ്ഞു. I shan't make a mistake. I will be careful. You can have my apple if you let me. അപ്പോൾ എന്താണ് ബെന്ന് പറയുന്നത്? ഞാനൊരു മിസ്റ്റേക്കും വരുത്തില്ല, ഞാൻ നല്ല ശ്രദ്ധിച്ച് തന്നെ ചെയ്തോളാം. മാത്രമല്ല അവിടെ ബെന്ന് ഒരു ഓഫർ കൂടെ വയ്ക്കുകയാണ്. എന്ത് ഓഫറാണ്? യു ക്യാൻ ഹാവ് മൈ ആപ്പിൾ ഇഫ് യു ലെറ്റ് മീ. ഞാൻ ഈ ആപ്പിൾ നിനക്ക് തരും, നീ എന്നെ ഇത് ചെയ്യാനായിട്ട് അനുവദിച്ചാൽ. എന്തുകൊണ്ടാണ് ബെന്ന് ഇത്രയ്ക്കും ബെഗ് ചെയ്തും അല്ലെങ്കിൽ ഇത്രത്തോളം ഇത് ചോദിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ടോം ചെയ്തുകൊണ്ടിരുന്ന ജോലി, ടോം അതിൽ കാണിച്ച ഇൻട്രസ്റ്റും സന്തോഷവും എത്രത്തോളം എന്താ പറയുക എൻജോയ് ചെയ്താണ് ടോം ചെയ്യുന്നത് എന്ന് ബെന്നിന് തോന്നി. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ഒരു ജോലി കാണുമ്പോൾ സ്വാഭാവികമായിട്ടും ബെന്നിന് എന്ത് ചെയ്യും? അതൊന്ന് ചെയ്ത് നോക്കാനായിട്ട് തോന്നും അല്ലേ? ബെന്നിന് മാത്രമല്ല നമുക്കാണെങ്കിലും അതെ. കാരണം ബെന്നിന് ആക്ച്വലി അത് എത്രത്തോളം ഹാർഡ് വർക്കാണ് അല്ലെങ്കിൽ അത് എത്ര ബുദ്ധിമുട്ടാണെന്ന് മനസ്സിലാവുന്നില്ല. ടോം ആ രീതിയിലാണ് ആക്ട് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ബെന്ന് അത് കണ്ടുകൊണ്ടാണ് വീണ്ടും വീണ്ടും ചോദിക്കുകയാണ്, കുറച്ച് പാർട്ട് ഞാൻ ചെയ്തോട്ടെ എന്ന് ചോദിക്കുകയാണ്. എന്നിട്ടൊന്നും നമ്മുടെ ടോം സമ്മതിച്ചില്ല. അപ്പോൾ ലാസ്റ്റ് ഒരു ഓഫർ കൊടുത്തു. എന്താണ്? നീ എന്നെ അത് ചെയ്യാൻ അനുവദിച്ചാൽ ഈ ആപ്പിൾ ഞാൻ നിനക്ക് തരാം. ഓക്കെ, ഇതൊക്കെ നമ്മുടെ ടോമിൻ്റെ ട്രിക്കാണ് കേട്ടോ. ബാക്കി നമുക്ക് വായിച്ചു നോക്കാം. സ്ലോവ്ലി ആൻഡ് അൺവില്ലിംഗ്ലി ടോം ഹാൻഡഡ് ദ ബ്രഷ് ടു ബെൻ. പതുക്കെ വലിയ സമ്മതമൊന്നുമില്ലാതെ നമ്മുടെ ടോം എന്ത് ചെയ്തു? ബ്രഷ് ബെന്നിന് കൊടുത്തു. Ben worked hard. It soon grew hot, but he went on working. Tom sat there watching and eating Ben's apple. Ben എന്ത് ചെയ്തു? ബെൻ നന്നായിട്ടത് വർക്ക് ചെയ്തു അല്ലേ. നല്ല ചൂടാണ്, പുറത്ത് നല്ല വെയിലാണ്, പക്ഷേ അവൻ ജോലി ചെയ്തുകൊണ്ടേയിരുന്നു. അപ്പം നമ്മുടെ വികൃതി കുട്ടൻ ടോം എന്താ ചെയ്തത്? ടോം ഒരു മരത്തിൻ്റെ ചുവട്ടിലിരുന്ന് ആപ്പിളും കഴിച്ച് ബെൻ വർക്ക് ചെയ്യുന്നത് നോക്കി ഇങ്ങനെ ഇരുന്നു. When Ben had done enough, other boys came along. അങ്ങനെ ബെൻ ഒരുവിധം തീർക്കാറായി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പം കുറച്ച് മറ്റു കുട്ടികൾ കൂടെ വന്നു. അതായത് ഇവരുടെ തന്നെ ഫ്രണ്ട്സ് വന്നു. അറ്റ് ഫസ്റ്റ് ദേ ലാഫ്ഡ് അറ്റ് ടോം ആസ് ബെൻ ഹാഡ് ഡൺ, ബട്ട് സൂൺ ദേ ടു വെയർ വൈറ്റ് വാഷിംഗ് ദ ഫെൻസ്. ഫസ്റ്റ് അവരെന്ത് ചെയ്തു? അവരൊക്കെ കളിയാക്കിയൊക്കെ ചിരിച്ചു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവരും അതാ വൈറ്റ് വാഷ് ചെയ്യുന്നു. ഓക്കെ, ഓഫ് കോഴ്സ് ദേ ഹാഡ് ടു പേ ടോം ബിഫോർ ഹി ലെറ്റ് ദം ഹെൽപ്പ് ഹിം.
അപ്പോൾ അവരും എന്തെങ്കിലുമൊക്കെ ടോമിന് കൊടുത്തിട്ടുണ്ടാവും അല്ലേ, അങ്ങനെയായിരിക്കും ടോം സമ്മതിച്ചത്. ദേ ഗേവ് ഹിം ദെയർ ബെസ്റ്റ് തിങ്സ്, അവരുടെ ബെസ്റ്റ് തിങ്സ് ഒക്കെ അവന് കൊടുത്തു. എന്തൊക്കെയാണ് കൊടുത്തത്? 12 marbles, എ ടിൻ സോൾജിയർ, എ കീ, എ ഡോഗ്സ് കോളർ, ദ ഹാൻഡിൽ ഓഫ് എ നൈഫ് ആൻഡ് 4 pieces ഓഫ് ആൻ ഓറഞ്ച്. ഇത്രയും സാധനങ്ങളാണ് ബാക്കി വന്ന കുട്ടികൾ ടോമിന് കൊടുത്തത്. ടോം ഹാഡ് ആൻ ഈസി ടൈം. ഹി ഡിഡ് നോട്ട് വർക്ക് ബട്ട് സൂൺ ദ ഫെൻസ് ഹാഡ് 3 coats ഓഫ് വൈറ്റ് വാഷ് ഓൺ ഇറ്റ്. ടോമിന് എന്തായിരുന്നു? കാര്യങ്ങളൊക്കെ വളരെ എളുപ്പമായിരുന്നു. അങ്ങനെ വർക്കെല്ലാം ചെയ്ത് കഴിഞ്ഞു. ഈ വർക്കെല്ലാം ആര് ചെയ്തു? മറ്റുള്ള കുട്ടികൾ ചെയ്തു അല്ലേ. ടോമിന് വർക്ക് ചെയ്യേണ്ടി വന്നില്ല എന്ന് മാത്രമല്ല, അവരുടെ കയ്യിൽ നിന്നൊക്കെ ഗിഫ്റ്റ് കിട്ടുകയും ചെയ്തു. ഇപ്പോൾ മനസ്സിലായോ ടോമിൻ്റെ ട്രിക്ക് എന്താണെന്ന്? ഈ ട്രിക്ക് ഉപയോഗിച്ചാണ് ടോം ആ വർക്ക് ബുദ്ധിപൂർവ്വം ചെയ്തത്. ഓക്കെ, ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്റ്റോറി എന്ന് പറയുന്നത്. അപ്പം വളരെ വികൃതിക്കുട്ടനായിട്ടുള്ള ഒരു കുട്ടിയാണ് ടോം അല്ലേ, അതാണ് ഇതിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത്. അവന് ആദ്യം ഒരു ഐഡിയ പ്രയോഗിച്ച് ആൻറ്റിയുടെ അടുത്ത് നിന്ന് രക്ഷപ്പെട്ടു, രണ്ടാമത് മറ്റൊരു ഐഡിയ പ്രയോഗിച്ച് അവന് കൊടുത്ത പണിഷ്മെൻറ്റിൽ നിന്നും അവൻ രക്ഷപ്പെട്ടു. ഇനി നമുക്ക് നമ്മുടെ വർക്കിലേക്ക് പോകാം അല്ലേ. നമുക്ക് തന്നിരിക്കുന്ന ആക്ടിവിറ്റീസ്, ഫസ്റ്റ് വൺ ഇതാണ്. ചെക്ക് ഹൗ വെൽ യു ഹാവ് റീഡ്. You have read the story A Saturday Morning, haven't you? Here are some pictures which represent a few events in the story. They are given in a jumbled order. Number them in the order as they happen in the story. Now you may retell the story based on the pictures. കുറച്ച് ചിത്രങ്ങൾ തന്നിട്ടുണ്ട്, നിങ്ങളുടെ ടെക്സ്റ്റിലുള്ളതാണ് കേട്ടോ. ഈ ചിത്രങ്ങൾ ജംബിൾഡ് ഓർഡറിലാണ്, അതായത് നമ്മളിപ്പോൾ പറഞ്ഞ ഈ സ്റ്റോറിയില്ലേ, വായിച്ച സ്റ്റോറിയിലെ ഈവൻറ്റ്സ് ആണ്, അത് ജംബിൾഡ് ഓർഡറിലാണ്, കറക്റ്റ് ഓർഡറിൽ അല്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ചിത്രങ്ങൾ നോക്കി മനസ്സിലാക്കി അത് കറക്റ്റ് ഓർഡറിലാക്കണം. അതിനുശേഷം ചിത്രങ്ങളെ ബേസ് ചെയ്ത് കഥയിലെ ഈവൻറ്റ്സ് ഒന്നുകൂടെ ഒന്ന് പറയണം. ഓക്കെ, ഇതൊക്കെയാണ് ചിത്രങ്ങൾ. അപ്പോൾ ഇതിൽ ഫസ്റ്റ് നടന്ന ഇവൻ്റ് ഏതാണ് എന്ന് നോക്കിക്കേ നിങ്ങൾ. കണ്ടോ, ഞാനിവിടെ 1 ഇട്ടിട്ടുണ്ട്. ഈ ഒരു ഇവൻ്റാണ് ഫസ്റ്റ് നടന്നത്. എന്തായിരുന്നു അത്? നമ്മുടെ ടോം ജാം മോഷ്ടിക്കുകയാണ്, ജാം കഴിക്കുകയാണ് അല്ലേ കിച്ചണിൽ നിന്ന്. അപ്പോൾ അത് ആൻറ്റി കണ്ടുപിടിക്കുന്നു. സെക്കൻഡ് ഇവൻ്റ് കണ്ടോ, ആൻറ്റിക്ക് ദേഷ്യം വന്ന് ആൻറ്റി ഒരു വടി എടുത്തുകൊണ്ട് വന്നു. ആ സമയത്ത് തേർഡ് ഇവൻ്റ് എന്താണ്? നമ്മുടെ ടോം ഒരു ട്രിക്ക് പ്രയോഗിച്ച് അവിടെ നിന്നും എസ്കേപ്പ് ചെയ്യുന്നു അല്ലേ. ദ ഫോർത്ത് വൺ എന്ന് പറയുന്നത് എന്താണ്? ടോം ഇങ്ങനെ ബ്രഷ് വെച്ചിട്ട് പെയിൻറ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ബെൻ അവിടെ വരുന്നു, ബെന്നിനോട് ഇങ്ങനെ പറയുന്നതാണ് അല്ലേ. ഫിഫ്ത്ത് ഇവൻ്റ് എന്ന് പറയുന്നത് ബെൻ പെയിൻറ് ചെയ്യുന്നത് കാണാം, ടോം അവിടെ ഇരിക്കുന്നതും കാണാം അല്ലേ. ദെൻ സിക്സ്ത് ഇവൻ്റ് എന്ന് പറഞ്ഞാൽ അതർ ബോയ്സ് കൂടെ വന്നു, അവരെല്ലാവരും കൂടെ പെയിൻറ് ചെയ്യുന്നു, ടോം അവിടെ റെസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഇത്രയുമാണ് ഇതിലെ കാര്യങ്ങൾ. ഓക്കെ, ഇപ്പോൾ ഓർഡർ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി ഓർഡർ അനുസരിച്ച് നമുക്ക് കാര്യങ്ങളും കൂടെ ഒന്ന് എഴുതാം. ഫസ്റ്റ് വൺ എന്തായിരുന്നു? ടോം വാസ് കോട്ട് ബൈ ആൻഡ് പോളി വൈൽ സ്റ്റീലിംഗ് ജാം ഫ്രം ദ കബോർഡ്. സെക്കൻഡ് വൺ എന്താണ്? ഹി പ്ലേഡ് എ ട്രിക്ക് വൈൽ ദ ആൻഡ് വാസ് എബൌട്ട് ടു ബീറ്റ് ഹിം വിത്ത് എ സ്റ്റിക്ക്. അവനൊരു ട്രിക്ക് പ്രയോഗിച്ചു. എപ്പോൾ? ആൻറ്റി അവനെ അടിക്കാനായിട്ട് വന്നപ്പോൾ അല്ലേ. എന്തായിരുന്നു? ഹി ആസ്ക്ഡ് ഹെർ ടു ലുക്ക് ബാക്ക് ആൻഡ് എസ്കേപ്ഡ് ഫ്രം ദർ. തിരിഞ്ഞു നോക്കാനായിട്ട് ആൻറ്റിയോട് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് എസ്കേപ്പ് ചെയ്തു. ആൻഡ് പോളി പണിഷ്ഡ് ഹിം ടു വൈറ്റ് വാഷ് ദ ഫെൻസ് ബട്ട് ഹി പ്ലേഡ് അനദർ ട്രിക്ക്. അപ്പോൾ ആൻറ്റി എന്ത് ചെയ്തു? ആൻറ്റി അവനെ പണിഷ് ചെയ്തു അല്ലേ, വൈറ്റ് വാഷ് ചെയ്യാനായിട്ട്, ഫെൻസ് വൈറ്റ് വാഷ് ചെയ്യാനായിട്ട് അവനെ പണിഷ് ചെയ്തു. പക്ഷേ അവൻ വേറൊരു ട്രിക്ക് പ്രയോഗിച്ചു. എന്താണ്? ഹി ഫൂൾഡ് ബെൻ ആൻഡ് മെയ്ഡ് ഹിം ടു വർക്ക്. ബെന്നിനെ ഫൂൾ ചെയ്തു, എന്നിട്ട് അവനെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിച്ചു അല്ലേ. സിക്സ്ത് എന്താണ്? ലേറ്റർ ഹി കുഡ് മേക്ക് ഓൾ അതേഴ്സ് ടു വർക്ക് ഫോർ ഹിം വൈൽ ഹി ടുക്ക് റെസ്റ്റ് അണ്ടർ എ ട്രീ. ലാസ്റ്റ് എന്ത് ചെയ്തു? അവരെല്ലാവരെ കൊണ്ടും ജോലി ചെയ്യിപ്പിച്ച് അവനൊരു മരത്തിൻ്റെ ചുവട്ടിൽ റെസ്റ്റ് ചെയ്തു. ഇതാണ് അതിലെ പ്രധാനപ്പെട്ട ഇവൻറ്റ്സ് എന്ന് പറയുന്നത്. അത് തന്നെയാണ് ഈ ചിത്രങ്ങളിലും തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ പൂർത്തിയാക്കുക. അടുത്ത പ്രവർത്തനം ഇതായിരുന്നു. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ എഡിറ്റിംഗ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. റീഡ് ദ പാസേജ് ഗിവൺ ബിലോ. ദർ ആർ എ ഫ്യൂ എറേഴ്സ് ഇൻ ഇറ്റ്. ദേ ആർ അണ്ടർലൈൻഡ്. തന്നിരിക്കുന്ന പാസേജിൽ കുറച്ച് എറേഴ്സ് ഉണ്ട്, അത് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. ആ എറേഴ്സ് മാറ്റിയിട്ട് ഇതൊന്നുകൂടെ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ആദ്യം പാസേജ് ഒന്ന് വായിച്ച് നോക്കാം. വൺസ് അപ്പോൺ എ ടൈം ദർ ലിവിങ് എ ലയൺ ഇൻ എ ഫോറസ്റ്റ്. It was asleep under a tree. After a while there came a mouse and it started to play on the lion. The lion got up and roared angry. The mouse requested the lion forgive it. The lion felt pity and let it go. On another day, the lion was catched in a net by a hunter. The mouse there came and cut the net. Thereafter, the mouse and the lion became friends.
അപ്പോൾ ഓരോന്നിലും എന്താണ് തെറ്റെന്ന് നമുക്ക് നോക്കാം. വൺസ് അപ്പോൺ എ ടൈം ദെയർ ലിവിങ് എ ലയൺ ഇൻ എ ഫോറസ്റ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ വൺസ് അപ്പോൺ എ ടൈം എന്നൊക്കെ പറഞ്ഞാൽ പണ്ട് നടന്ന ഒരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ ലിവിങ് എന്നവിടെ ഉപയോഗിക്കാൻ പാടില്ല, ലിവ്ഡ് എന്നാണ് ഉപയോഗിക്കേണ്ടത്. ജീവിച്ചിരുന്നു എന്നല്ലേ, അല്ലാതെ ഇപ്പം ജീവിക്കുന്നു എന്നല്ലല്ലോ. സോ ലിവ്ഡ്. അതുപോലെ സെക്കൻഡ് സെൻറ്റൻസ് നോക്കിയേ. ഇറ്റ് വാസ് സ്ലീപ്പ് അണ്ടർ എ ട്രീ. ഇറ്റ് വാസ് സ്ലീപ്പ്, അത് ഒരു മരത്തിൻ്റെ ചുവട്ടിൽ ഉറങ്ങുകയായിരുന്നു എന്നാണ് വേണ്ടത്. സോ സ്ലീപ്പ് അല്ല, സ്ലീപ്പിംഗ്. ഓക്കെ, ഇറ്റ് വാസ് സ്ലീപ്പിംഗ് അണ്ടർ എ ട്രീ. ദെൻ ആഫ്റ്റർ എ വൈൽ ദർ കെയിം എ മൗസ് ആൻഡ് ഇറ്റ് സ്റ്റാർട്ട് ടു പ്ലേ ഓൺ ദ ലയൺ. അത് കഴിഞ്ഞപ്പോൾ അവിടെ ഒരു എലി വന്നു, എന്നിട്ട് അത് ലയണിൻ്റെ പുറത്ത് കയറി കളിക്കാൻ തുടങ്ങി എന്നാണ് അല്ലേ. സോ സ്റ്റാർട്ട് അല്ല വേണ്ടത്, സ്റ്റാർട്ടഡ് എന്നാണ് വേണ്ടത്. ദെൻ ദ ലയൺ ഗോട്ട് അപ്പ് ആൻഡ് റോഡ് ആംഗ്രി. ലയൺ എന്ത് ചെയ്തു? എഴുന്നേറ്റിട്ട് ദേഷ്യത്തോടു കൂടി അലറി എന്നാണ് പറയുന്നത്. അവിടെ ആംഗ്രി അല്ല, ആംഗ്രില്ലി എന്നാണ് വേണ്ടത്. ഓക്കെ, ദ മൗസ് റിക്വസ്റ്റഡ് ദ ലയൺ ഫോർഗീവ് ഇറ്റ്. മൗസ് എന്ത് ചെയ്തു? ലയണോട് പറഞ്ഞു, ക്ഷമിക്കാനായിട്ട് പറഞ്ഞു അല്ലേ. അപ്പോൾ ഫോർഗീവ് ഇറ്റ് അല്ല, ടു ഫോർഗീവ് ഇറ്റ്. ദ ലയൺ ഫെൽ പിറ്റി ആൻഡ് ലെറ്റ് ഇറ്റ് ഗോ. ഇനി അടുത്തതിൽ ഓൺ എന്ന് പറഞ്ഞ് എൻ്റെ അടിയിൽ വരച്ചിട്ടുണ്ട് അല്ലേ. അതിൻ്റെ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഓ എപ്പോഴും ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കണം, കാരണം അവിടെ ഒരു പുതിയ സെൻറ്റൻസ് തുടങ്ങുകയല്ലേ. സോ അത് സ്മോൾ ലെറ്റർ അല്ല, ക്യാപിറ്റൽ ലെറ്റർ ആണ്. ഓൺ അനദർ ഡേ ദ ലയൺ വാസ് ക്യാച്ച് ഇൻ എ നെറ്റ് ബൈ എ ഹണ്ടർ. വാസ് ക്യാച്ച് അല്ല, ക്യാച്ചിൻ്റെ പാസ്റ്റ് ആണ് കൊടുക്കേണ്ടത്, കോട്ട്, CAUGHT. കോട്ട് ഇൻ എ നെറ്റ് ബൈ എ ഹണ്ടർ. ദ മൗസ് ദർ കെയിം ആൻഡ് കട്ട് ദ നെറ്റ് എന്നല്ല വേണ്ടത്, ദ മൗസ് കെയിം ദർ എന്നാണ് വേണ്ടത് കേട്ടോ. ദർ കെയിം അല്ല, കെയിം ദർ. ദർ ആഫ്റ്റർ ദ മൗസ് ദ ലയൺ ബിഗെയിം ഫ്രണ്ട്സ്. അവിടെ ഒരു പ്രശ്നമുണ്ടല്ലേ. ദർ ആഫ്റ്റർ ദ മൗസ് ആൻഡ് ദ ലയൺ ബിഗെയിം ഫ്രണ്ട്സ്. അപ്പോഴാണത് കറക്റ്റ് ആവുക. ഓക്കെ, അപ്പോൾ നമുക്ക് കറക്റ്റായി എഴുതിയിരിക്കുന്നത് കൂടെ നോക്കാം. ഇതാണ് കറക്റ്റായിട്ട് എഴുതിയിരിക്കുന്നത്. അപ്പം നിങ്ങൾ ഇതുപോലെ വേണം എഴുതാനായിട്ട് കേട്ടോ. നമ്മളിപ്പോൾ പറഞ്ഞ തെറ്റുകളെല്ലാം തിരുത്തിയാണ് ഇതിൽ എഴുതിയിട്ടുള്ളത്. ഓക്കെ, ഇനി നിങ്ങൾക്ക് ക്ലാസ്സിൽ വേറൊരു സ്റ്റോറി പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ടീച്ചർ അല്ലേ. ജസ്റ്റ് ഒരു എക്സ്പീരിയൻസ് പോലെയാണ്, നമുക്കൊന്ന് വായിച്ച് നോക്കാം. ഇറ്റ് വാസ് ഫ്രൈഡേ നൈറ്റ്. Midun was relaxing in a chair. He was watching his favorite TV show. His mother was in the kitchen cleaning dishes, pots and pans. Feeling tired, she decided to take rest for some time. Midun noticed his mother going to bed early. എന്താണ്, ആരുടെ കഥയാണ്? മിഥുൻ്റെയാണ് അല്ലേ. ഒരു ഫ്രൈഡേ നൈറ്റ് ആയിരുന്നു, വെള്ളിയാഴ്ച വൈകുന്നേരം രാത്രി. മിഥുൻ അവിടെ റിലാക്സ് ചെയ്തൊരു ചെയറിലിരിക്കുകയായിരുന്നു. അവൻ്റെ ഫേവറേറ്റ് TV ഷോ കാണുമായിരുന്നു. അവൻ്റെ അമ്മ കിച്ചണിൽ ഒരുപാട് ജോലികൾ ചെയ്യാനുണ്ട്. എന്തായിരുന്നു? ക്ലീനിങ് ഡിഷസ്, പോട്ട്സ്, പാൻസ്, ഇതൊക്കെ ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു. പെട്ടെന്ന് അവർക്കൊരു ക്ഷീണം തോന്നിയപ്പോൾ അവൻ്റെ അമ്മ എന്ത് ചെയ്തു? റെസ്റ്റ് എടുക്കാൻ വേണ്ടി പോയി. അത് മിഥുൻ കണ്ടു. മിഥുൻ എന്നിട്ട് അമ്മയുടെ അടുത്ത് ചെന്നു. ഹി ആസ്ക്ഡ്, ആർ യു ഓൾ റൈറ്റ് മാം? എന്താന്ന് ചോദിക്കുകയാണ്, ഓക്കെ ആണോ എന്ന് ചോദിക്കുകയാണ്. ഐ ആം ഓക്കെ ബട്ട് ഐ നീഡ് ടു ടേക്ക് റെസ്റ്റ് ഫോർ എ വൈൽ, ഷീ റിപ്ലൈഡ്. ഞാൻ ഓക്കെ ആണ്, പക്ഷെ എനിക്ക് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുക്കണം, ഷീ റിപ്ലൈഡ്. മിഥുൻ ഫെൽറ്റ് എ ബിറ്റ് സോറി, ഐ ഷുഡ് ഹാവ് ഹെൽപ്പ് മദർ. അപ്പം മിഥുൻ എന്ത് തോന്നി? ആ ഒരു കുറ്റബോധം തോന്നി, എനിക്ക് എൻ്റെ അമ്മയെ സഹായിക്കാമായിരുന്നു. ഹി തോട്ട്, ഹി ഫെൽറ്റ് വെരി ഗിൽട്ടി. ഹി ഗോട്ട് അപ്പ് ആൻഡ് വെൻറ്റ് ടു ദ കിച്ചൺ. അവൻ എന്ത് ചെയ്തു? അവിടെ നിന്ന് എഴുന്നേറ്റ് കിച്ചണിലേക്ക് പോയി. He cleaned every pan and pot. He washed all the dish and scrubbed every little spot. The kitchen looked very clean and seemed to sparkle. Midun was really happy since he had made a difference. എന്തൊക്കെയാണ് മിഥുൻ ചെയ്തത്? എല്ലാ പാത്രങ്ങളും ക്ലീൻ ചെയ്തു അല്ലേ, നല്ല വൃത്തിയാക്കി, അടുക്കള നല്ല ക്ലീൻ ആക്കി മാറ്റി. അത് കണ്ടപ്പോൾ അവന് തന്നെ ഭയങ്കര സന്തോഷം തോന്നി. ആഫ്റ്റർ എ വൈൽ വെൻ മിഥുൻസ് മദർ വോക്ക് അപ്പ് ആൻഡ് വെൻറ്റ് ടു ദ കിച്ചൺ ടു ഫിനിഷ് ദ റെസ്റ്റ് ഓഫ് ദ വർക്ക്, ഷീ വാസ് റിയലി സർപ്രൈസ്ഡ്. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ മിഥുൻ്റെ അമ്മ അടുക്കളയിലേക്ക് ചെന്നു. അപ്പോൾ ഇതെല്ലാം ചെയ്തു, ഈ വർക്കൊക്കെ ഫിനിഷ് ചെയ്തു എന്ന് കണ്ടപ്പോൾ വളരെയധികം സർപ്രൈസ്ഡായി. ഷീ കുഡ് നോട്ട് ബിലീവ് ഹെർ ഐസ്. അവൾക്ക് അവളുടെ കണ്ണുകളെ തന്നെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ദ കിച്ചൺ വാസ് സോ ക്ലീൻ. ഷീ വാസ് വെരി ഹാപ്പി ദാറ്റ് ഹെർ സൺ ഹാഡ് ഹെൽപ്ഡ് ഹെർ. ഷീ വെൻറ്റ് ടു മിഥുൻസ് ബെഡ് ആൻഡ് ഹഗ്ഡ് ഹിം. അവർക്ക് വളരെയധികം സന്തോഷം തോന്നി. അവർ മിഥുൻ്റെ ബെഡിൽ ചെന്നിട്ട് അവനെ ഹഗ് ചെയ്തു. താങ്ക് യു മൈ ഡിയർ ഫോർ കെയറിങ് മീ സോ മച്ച്. യു ആർ റിയലി എ നൈസ് ചൈൽഡ്. മിഥുൻ അണ്ടർസ്റ്റുഡ് ദെൻ that helping others make them happy and it makes one happy too. അപ്പം ഇതിന് എന്ത് മനസ്സിലായി? മറ്റുള്ളവരെ സഹായിക്കുക എന്ന് പറയുന്നത് അവരെയും നമ്മളെയും ഒരുപോലെ തന്നെ ഹാപ്പിയാക്കും അല്ലേ.
ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ടീച്ചർ ഒരു പ്രവർത്തനം കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവും അല്ലേ? വീട്ടിലോ അല്ലെങ്കിൽ പുറത്തോ സ്കൂളിലോ എവിടെയാണെങ്കിലും നിങ്ങൾ ഹെൽപ്പ് ചെയ്ത ഒരു എക്സ്പീരിയൻസ് കൂടെ ഒന്ന് എഴുതാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ പ്രവർത്തനം നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുക. നിങ്ങളുടെ സ്വന്തം എക്സ്പീരിയൻസ് നിങ്ങൾക്ക് അറിയാവുന്ന രീതിയിൽ എഴുതുക. ഓക്കെ, ഞാനിവിടെ ജസ്റ്റ് ഒരു എക്സ്പീരിയൻസ് കൊടുത്തിട്ടുണ്ട്, അതൊന്ന് വായിച്ചു തരാം. വൺ ഡേ ഐ വാസ് വാക്കിംഗ് ടു മൈ സ്കൂൾ ഇൻ എ ഫുട്പാത്ത്. ഞാൻ ഒരു ദിവസം സ്കൂളിലേക്ക് നടക്കുകയായിരുന്നു ഫുട്പാത്തിലൂടെ. ദെൻ ഐ സോ എ ബ്ലൈൻഡ് മാൻ വാസ് ട്രൈങ് ടു ക്രോസ് ദ റോഡ്. അപ്പോൾ ഞാൻ ആരെ കണ്ടു? ഒരു ബ്ലൈൻഡ് ആയിട്ടുള്ള ഒരാളെ കണ്ടു. ആൾ റോഡ് ക്രോസ് ചെയ്യാൻ ശ്രമിക്കുകയായിരുന്നു. ബട്ട് അറ്റ് ദാറ്റ് ടൈം ദ ട്രാഫിക് വാസ് ഹെവി ആൻഡ് ഹി കുഡിൻ ഡു ഇറ്റ്. ആ സമയത്ത് വളരെയധികം ട്രാഫിക് ഉണ്ടായിരുന്നു, വണ്ടികളുണ്ടായിരുന്നു. അദ്ദേഹത്തിന് അത് ചെയ്യാൻ കഴിഞ്ഞില്ല. എ ലോട്ട് ഓഫ് പീപ്പിൾ വർ പാസിംഗ് ദർ ബട്ട് ഡിഡ് നോട്ട് കെയർ അബൌട്ട് ഹിം. ഒരുപാട് ആളുകൾ അതിൽ പോയി, പക്ഷെ ആരും അയാളെ ശ്രദ്ധിച്ചില്ല. ദെൻ ഐ അപ്രോച്ച് ഹിം ആൻഡ് ഹോൾഡ് ഹിസ് ഹാൻഡ്. ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്തേന്ന് അദ്ദേഹത്തിൻ്റെ കൈകളിൽ പിടിച്ചു. വി വാക്ക്ഡ് ടുഗദർ ടുവാർഡ്സ് ദ ഓപ്പോസിറ്റ് സൈഡ്. ഞങ്ങൾ ഒരുമിച്ച് റോഡിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് നടന്നു. വെൻ റീച്ച്ഡ് ദർ ഐ ആസ്ക്ഡ് ഹിം വെദർ ഹി നീഡ് മോർ ഹെൽപ്പ് ഫ്രം മീ. അപ്പുറത്തെ സൈഡിലെത്തിയപ്പോൾ ഞാൻ ചോദിച്ചു, ഇനിയും എൻ്റെ എന്തെങ്കിലും സഹായം വേണോ എന്ന് ഞാൻ ചോദിച്ചു. ബട്ട് ഹീ റെഫ്യൂസ്ഡ്. പക്ഷെ അദ്ദേഹം അത് നിരസിച്ചു. ദെൻ ഹി സ്മൈൽഡ് ബ്യൂട്ടിഫുള്ളി. നല്ല ഒരു പുഞ്ചിരി സമ്മാനിച്ചു ആൻഡ് വാക്ക്ഡ് അവേ. ഇറ്റ് വാസ് റിയലി എ ബ്ലെസ്ഡ് ഡേ ഫോർ മീ. അതെനിക്കൊരു ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒരു ഡേ ആയിരുന്നു. ഓക്കെ, ഒരു ചെറിയൊരു എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ഇതുപോലെ നിങ്ങളും നിങ്ങളുടേതായ ഒരു എക്സ്പീരിയൻസ് എഴുതി റെഡിയാക്കുക. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എഴുതി തയ്യാറാക്കുന്ന ആ എക്സ്പീരിയൻസ് നമ്മുടെ കമൻറ്റ് ബോക്സിലൊന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്കറിയാമല്ലോ എന്തെല്ലാം എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്, നിങ്ങൾ ആരെയൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്നൊക്കെ അറിയാൻ പറ്റുമല്ലോ. അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് നിങ്ങൾ കമൻറ്റ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. അപ്പോൾ നമുക്കിനി അടുത്തൊരു ക്ലാസ്സിൽ കാണാം. ബൈ.